ഹലോ. അപ്പോൾ നമ്മളുടെ മറ്റേ പവിത്രത്തിൻ്റെ കഥയാണ് പറയാൻ പോകുന്നത്. അപ്പോൾ വേദയുടെ അച്ഛൻ ഇങ്ങനെ കോർട്ടിൽ പോകാൻ വേണ്ടിയിട്ട് സ്റ്റെപ്സ് ഇങ്ങനെ ഇറങ്ങി വരും. അപ്പോഴേക്കും പെട്ടെന്ന് ആൾക്ക് നെഞ്ചുവേദന വരികയാണ് കേട്ടോ. നെഞ്ചുവേദന വന്നിട്ട് അങ്ങനെ ഇറങ്ങി താഴത്തേക്ക് ഇറങ്ങുമ്പോഴേക്കും പത്മ ചായയും കൊണ്ട് വരുന്നുണ്ട്. വേദയുടെ അമ്മ ചായയും കൊണ്ട് വരികയാണ്. അപ്പോഴാണ് പുള്ളി ഇങ്ങനെ നെഞ്ചും പൊത്തി പിടിച്ച് ഇറങ്ങി വരുന്നുണ്ട്. അപ്പോഴേക്കിന് അയ്യോ ശങ്കരേട്ടാന്ന് പറഞ്ഞിട്ട് ഓടിപ്പോയി പിടിക്കുകയാണ് കേട്ടോ. പിടിച്ചിട്ട് അവിടെ പോയിരിക്കുമ്പോൾ ഇല്ല എനിക്ക് കുഴപ്പമൊന്നുമില്ല എന്നിങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ പറയും ശ്രീകാന്ത് കുറച്ച് വെള്ളം എടുക്കുകയെന്ന് പറയും. അപ്പോൾ ശ്രീകാന്ത് അവിടെ അപ്പോൾ പറയും ദീപ്തി കുറച്ച് വെള്ളം കൊണ്ട് ഓടി വാന്ന് പറയും. അങ്ങനെ വെള്ളം എടുത്ത് വരുമ്പോഴേക്കും എന്താ പറ്റി ചോദിച്ചിട്ട് എല്ലാവരും ഓടി വരും. അപ്പോഴേക്കും അച്ചമ്മയും വരുന്നുണ്ട്, ഈ ജഡ്ജിയുടെ അമ്മയും വരുന്നുണ്ട്. എല്ലാവരും കൂടെ വരികയാണ്. അപ്പോൾ പറയും വാ നമുക്ക് ഹോസ്പിറ്റലിൽ പോകാൻ പറയും. ഹോസ്പിറ്റലിൽ പോകുന്നു വേണ്ട, പെട്ടെന്ന് നെഞ്ചിനൊരു കൊളുത്ത് വന്ന പോലെ ഗ്യാസാവും എന്ന് പറയും. അതൊന്നല്ല, പോകാതിരിക്കാൻ പറ്റില്ല, പോകണമെന്ന് പറയുകയാണ്. അപ്പോൾ പറയും എല്ലാവരും ഓടി വരുന്നു. അപ്പോൾ ദീപ്തിയും വന്നിരുന്ന് ഭയങ്കര കരച്ചില്ല. അപ്പോൾ പറയും കരയൊന്നും വേണ്ട മോളെ, കുഴപ്പമൊന്നുമില്ല എന്ന് പറയും. അത് പറ്റില്ല, ഹോസ്പിറ്റലിൽ പോകണം എന്ന് പറയും. അപ്പോൾ എന്താ ഇങ്ങനെയൊക്കെ എപ്പോഴും ഇന്നലെ വിടാൻ പോയി, ഇപ്പോൾ ഇന്നിപ്പോൾ നെഞ്ചുവേദനയും. അപ്പോൾ എടുത്തൊഴിക്ക് ശ്രീകാന്ത് പറയും എങ്ങനെ വരാതിരിക്കുക, അവൾ അത്രയ്ക്ക് സ്ട്രെസ്സ് കൊടുക്കണ്ടല്ലോ അച്ഛനെന്ന് പറയും. അപ്പോൾ അത് കേൾക്കുമ്പോൾ അയാൾക്ക് ദേഷ്യം വരും കേട്ടോ. അപ്പോൾ ശ്രീകാന്തേ നീ മിണ്ടാതിരിക്കുക, ആരെ സ്ട്രെസ്സ് തരുന്നത്, നീ ജാതിപോരിൻ്റെ ഇതിൻ്റെ മുകളിൽ നീ നടത്തുന്ന ഇതുകൊണ്ടൊക്കെ തന്നെയാണ് എനിക്ക് എന്നിങ്ങനെ പറയും. പിന്നെ അയാളൊന്നും മിണ്ടില്ല, കാരണം അവളെ അത്രയ്ക്കും ദ്രോഹിക്കുന്നുണ്ട്, അവരുടെ പിന്നാലെ നടന്ന് ദ്രോഹിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ടും ആയിക്കൂടെ എന്നൊക്കെ അങ്ങനെ ചോദിക്കുക, പിന്നെ മിണ്ടുന്നില്ല. അപ്പോൾ ഇവരൊക്കെ പരസ്പരം മുഖത്തോട് മുഖം നോക്കുന്നുണ്ട് കേട്ടോ. അതിൽ പറയും അമ്മ പറയുകയാണ്, അയാളുടെ അമ്മ പറയുക, ശങ്കരനാരായണൻ്റെ അമ്മ പറയുന്നുണ്ട് മോനെ എന്തായാലും വേണ്ടില്ല, നിനക്ക് ഹോസ്പിറ്റലിൽ പോകണം, നീ ഒന്നും ഇങ്ങോട്ട് പറയേണ്ട അറിയും. അപ്പോൾ അമ്മ എനിക്ക് കുഴപ്പമൊന്നുമില്ല അറിയും. പറ്റില്ല പോയേ പറ്റും അറിയും. അപ്പോൾ പലപ്പോൾ നീ പോയി പെട്ടെന്ന് റെഡിയാവും, ഞാനും റെഡിയായിട്ട് വരാം, നീയും വരണം ശ്രീകാന്തേ എന്ന് പറയുകയാണ്. അങ്ങനെ പോകുമ്പോൾ ദീപ്തി ഇങ്ങനെ അടുത്തിരുന്ന് കരയില്ലടാ കുഴപ്പമൊന്നുമില്ല, അച്ഛന് കുഴപ്പമൊന്നുമില്ല എന്നൊക്കെ ഇങ്ങനെ പറയും. അപ്പോൾ പറയും നീ മോള് ചിരിച്ചേ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അവൾക്ക് ചിരിക്കാൻ പറ്റുന്ന അവൾ കരയണേ, കരയില്ലടാ ഒന്നുമില്ല കുഴപ്പമൊന്നുമില്ലേ, ഇവർ വെറുതെ അച്ഛന് പെട്ടെന്നൊരു ഇത് വന്നതല്ലേ, കുഴപ്പമൊന്നുമില്ല നീ ചിരിക്കുക എന്നൊക്കെ പറഞ്ഞിങ്ങനെ ചേർത്ത് പിടിച്ചിരിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ അവരെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും, അതൊന്നും കാണിക്കുന്നില്ലേ. അത് കഴിഞ്ഞ് പിന്നെ നമ്മളുടെ വേദ ഇങ്ങനെ വിളക്കിൽ തിരിയിടുകയാണ്. വിളക്കിൽ തിരിയിട്ടിട്ട് വേദല്ല, നമ്മുടെ ഇവളുണ്ടല്ലോ പെണ്ണ് രശ്മിയോ എന്താണ്, അവൾ സ്കൂട്ടറിൽ വരിക. അതായത് ഇവരുടെ അയൽവക്കത്ത് വന്നൊരു ആൾ വന്ന് കൂടിയിട്ടുണ്ടല്ലോ, അവൾ സ്കൂട്ടറിൽ വന്നത് കറക്റ്റ് ഇവരെ വീടിൻ്റെ മറുത്ത് നിൽക്കുമ്പോഴേക്കും സ്കൂട്ടർ ഓഫാവും. അവൾ കുറേ നേരം ഗിക്കറൊക്കെ അടിച്ച് നോക്കും, എന്നിട്ടും ഒന്നും വണ്ടി സ്റ്റാർട്ടാവുന്നില്ല. അപ്പോൾ നമ്മുടെ ശ്രീജ ഒരു ബിഗ് ഷോപ്പറായിട്ട് കടയിൽ എവിടെ പോയിട്ട് വരികയാണ്. അപ്പോൾ ഇവളെ കാണണം. അപ്പോൾ പറയും എന്താ പറ്റി മോളെ വണ്ടിക്ക് പറയുമ്പോൾ അറിയില്ല, ഞാനിപ്പം പോയി വന്നതേ ഉള്ളൂ, ഇപ്പോൾ ഓഫീസിൽ പോകണം, അപ്പം തന്നെ ഒരുപാട് നേരമായി വണ്ടി സ്റ്റാർട്ടാവുന്നില്ല എന്ന് പറയും. അപ്പോൾ പറയും എന്താ അത് സ്റ്റാർട്ടാവാത്ത, ആരെങ്കിലും വിളിക്കണോ വയ്ക്കും. അപ്പോൾ പറയും ഓട്ടോ വിളിക്കണോ വയ്ക്കുമ്പോൾ വേണ്ട, ഇത് നോക്കട്ടെ, ഇത് എന്താ സ്റ്റാർട്ടാവാത്ത നോക്കട്ടെ അറിയുമ്പോൾ അന്ന് നിൽക്കുക പറഞ്ഞിട്ട് ഇവൻ ശ്രീജ പെട്ടെന്ന് കയറി ചെല്ലും. അപ്പോൾ നന്ദിനിക്ക് എന്താ ശ്രീജ എടുത്ത് വയ്ക്കുമ്പോൾ ഇവളില്ലേ രശ്മിയില്ലേ, അവൾ നമ്മുടെ വീടിൻ്റെ ഉമ്മർത്ത് വന്ന് നിൽക്കുന്നുണ്ട്, വണ്ടി എന്തോ കേടായി ഇപ്പോൾ സ്റ്റാർട്ടാവുന്നില്ല അത്രേ, അതൊന്ന് നോക്കാൻ വേണ്ടിയിട്ട് അറിയുമ്പോഴേക്കും വിക്രം പോയോ എന്നാണ് ചോദിക്കുക. അപ്പോൾ വിക്രം പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങി വരുന്നുണ്ട്. അപ്പോൾ മോനെ നീ പോവാണ് വയ്ക്കുമ്പോൾ അതേ ശ്രീജ എടുത്ത് അറിയുമ്പോൾ രശ്മി തന്നെ തോന്നുന്നു അതിൻ്റെ പേര്, അവിടെ ഉമ്മർത്ത് നിൽക്കുന്നുണ്ട്, അതിൻ്റെ വണ്ടി എന്തോ കേടായി, നീ ഒന്ന് വന്ന് നോക്ക് എന്നറിയും. അപ്പോൾ വിക്രം വരും, അതിൻ്റെ കൂടെ ശ്രീജി ഇറങ്ങും, മറ്റേ നന്ദിനി വരും കേട്ടോ. അങ്ങനെ വന്നിട്ട് എന്താ പറ്റി വയ്ക്കുമ്പോൾ അറിയില്ല, പെട്ടെന്ന് ഓഫായി, കുറേ നേരമായി ഞാൻ നോക്കണു, എനിക്കാണെങ്കിൽ ഓഫീസിൽ പോകാൻ വൈകും ചെയ്തു പറയും. അപ്പോൾ എന്ന് പറയുന്നിട്ട് അങ്ങനെ അവൻ അവിടെ ഇവിടെയൊക്കെ തിരിച്ച് വണ്ടി സ്റ്റാർട്ടാകുമ്പോൾ വണ്ടി അങ്ങോട്ട് സ്റ്റാർട്ടാവും. അപ്പോൾ സ്റ്റാർട്ടായല്ലോ എന്നറിയും. അപ്പോൾ താങ്ക് യു പറഞ്ഞിട്ട് ഇവളിങ്ങനെ കൈ കൊടുക്കുമ്പോൾ അവൻ ഓക്കെ പറഞ്ഞിട്ട് പോകും, കൈ ഷൈക്കൻഡ് മേടിക്കില്ല, ഓക്കെ എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് പോകും കേട്ടോ. അപ്പോൾ പറയും വിക്രാണ്ട് കയറി പോകും. അപ്പോൾ ശ്രീജിയും മറ്റേ നന്ദിനി നിൽക്കും പറയും നിങ്ങളൊക്കെ ഭയങ്കര ഇവിടെ ഉള്ളവരൊക്കെ ഭയങ്കര മാന്യന്മാരാണല്ലേ എന്നങ്ങനെ പറയും കേട്ടോ. ഇവിടെ എല്ലാ ആൾ ഭയങ്കര മാന്യനാണല്ലേ എന്ന് ചോദിക്കും നന്ദിനിയോട്. അപ്പോൾ നന്ദിനിക്ക് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ നന്ദിനി പറയും ഇവിടെ എല്ലാവരും മാന്യന്മാരാണ് എന്ന് പറയും നന്ദിനി. എന്നിട്ട് അങ്ങനെ ഇവൾ സ്കൂട്ടർ എടുത്ത് ഇവൾ അങ്ങോട്ട് പോവുകയും ചെയ്യും കേട്ടോ. ഈ പെണ്ണെ അവളങ്ങനെ പോവുകയും ചെയ്യും. പിന്നെ രണ്ടുപേരും കൂടെ അപ്പോൾ ശ്രീജയോട് നമ്മളെ നന്ദിനി പറയും അവൾ അത്ര ശരിയല്ല, അച്ഛമ്മ അവളെക്കുറിച്ചിട്ട് എന്തോ ഒരു കാര്യം പറഞ്ഞില്ലേ ശ്രീജ അടുത്ത് നോക്കിയപ്പോൾ എന്ത് കാര്യം നോക്കും. അപ്പോൾ എന്തോ കടലോ സമുദ്രമോ എന്താ സമുദ്രമല്ലേ
സാമുദ്രികം എന്താ സോറി എനിക്കും കിട്ടുന്നില്ല, ഉണ്ടായിരുന്ന അവനെ സംബന്ധിച്ച് അത് പോയി. പറയും സാമുദ്രികം അത് അവളുടെ ശരിയല്ലല്ലേ അറിയാം. നീ വെറുതെ ഓരോന്ന് പറയരുത്, അതൊരു പാവം കുട്ടി, നീ ഒന്നും വെറുതെ ഓരോന്നും പറയല്ലേ എന്നിങ്ങനെ പറയാണ് ശ്രീജ കേട്ടോ. പിന്നെ ശ്രീജയ്ക്ക് എല്ലാവരും പാവങ്ങളാണല്ലോ. അത് കഴിഞ്ഞ് പിന്നെ നോക്കാം എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് കയറിപ്പോവും. പിന്നെ കാണുന്നത് നമ്മളുടെ വേദ വിളക്ക് തിരിയിട്ടിട്ട് പിന്നെ ദീപം കാണിക്കാൻ വേണ്ടിയിട്ട് വിളക്ക് തിരിയിടുക. അപ്പോൾ ഇങ്ങനെ അതിങ്ങനെ നോക്കിയിട്ട് ഇങ്ങനെ പോകും എന്നുള്ളൊരു ഭാഗത്തിൽ അങ്ങോട്ട് ഇറങ്ങി പോകണ്ടു പുറത്തേക്ക്. അത് അപ്പോൾ നമ്മളെ വേദി നോക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് വിളക്ക് തിരിയിട്ടിട്ട് ഈ കുട്ടി വിളക്ക് ദീപം പറഞ്ഞു വരുന്ന സമയത്ത് സ്റ്റെപ്പിൻ്റെ മുകളിൽ തന്നെ ചവിട്ടി കിടക്കുന്നുണ്ട്. ആ ചവിട്ടിയിൽ പെട്ടെന്ന് കാല് തെന്നിയിട്ട് പെട്ടെന്ന് വിളക്ക് കയ്യിൽ നിന്ന് മറിഞ്ഞ് താഴെ വീണ് ഒക്കെ പോവും. തിരിയും എണ്ണയൊക്കെ താഴെ പോയി വിളക്കേ നിലത്ത് വീണ് പോവും. അത് കാണുമ്പോഴേക്കും വിളക്ക് വീണ ശബ്ദം നന്ദിനി പോയിട്ട് അയ്യോ അമ്മേന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ തലയിൽ കയ്യും വെച്ച് ഉറക്ക കരയും. അപ്പോഴേക്കും എല്ലാവരും ഓടി വരും, ശ്രീജിയും വരും, കമലമ്മയും ഓടി വരികയാണ്. ഓടി വരുന്ന സമയത്ത് എന്താ ചോദിച്ചിട്ടാണ് ഈ ഓടി വരുന്നത്. അപ്പോൾ പറയും പിന്നെ ഇതാ വിളക്ക് താഴെ വീണു എന്നറിയും. അപ്പോൾ നമ്മളെ വേദ അയ്യത്തടാന്നായ പോലെ നിൽക്കുന്നുണ്ട്. അപ്പോൾ പറയും എന്താ പറ്റി വയ്ക്കുമ്പോൾ വിളക്ക് താഴെ വീണു എന്നറിയാം. അതിനിപ്പോൾ എന്താ കുഴപ്പം ഇങ്ങനെ നോക്കും കേട്ടോ. അത് സാരമല്ല, അതിനിപ്പോൾ എന്താ എണ്ണ അങ്ങോട്ട് തുടച്ചാൽ തിരിയെടുത്ത് കളഞ്ഞ് വിളക്ക് കഴുകി വേറെ എണ്ണയും തിരിയിട്ടാൽ പോലെ, അതിനിപ്പോൾ എന്താ കുഴപ്പമെന്ന് പറയും. അതല്ല അതിനെന്തോ കുഴപ്പമുണ്ട്, അല്ലാണ്ട് അങ്ങനെ വരില്ല, എന്താ ഈ സന്ധ്യയ്ക്ക് വിളക്ക് വീണ് പിന്നെ വിളക്കണഞ്ഞു പോവുക, ഇതെന്തോ കുഴപ്പമാണ് എന്നിങ്ങനെ നന്ദിനി പറയും. എന്ത് കുഴപ്പം നോക്കി കേട്ടോ. അല്ല ഇപ്പം അച്ഛമ്മ ഉണ്ടെങ്കിൽ ഇപ്പം അച്ഛമ്മ എന്തെങ്കിലുമൊക്കെ അതിനൊരു കാര്യം ഇവൾക്കും അറിയാലോ, ഇവളും ഭയങ്കര ശാസ്ത്രത്തിൻ്റെ വലിയ ആളല്ലേ, ഇവൾക്കും അറിയാലോ അതിനെ പറ്റിയിട്ട് എന്നൊക്കെ ഇങ്ങനെ പറയും. ആത്മീകത്തിൻ്റെ ആളാണല്ലോ എന്നൊക്കെ പറഞ്ഞ് വേദന കുറേ കളയും. വേദ ഇങ്ങനെ അകന്തം വിട്ടിങ്ങനെ നിൽക്കുകയാണ്. കാരണം വേദ പെട്ടെന്ന് മനസ്സിലൊരു വിഷമം പോലെ തോന്നും, സ്വാഭാവികം. അപ്പോൾ പറയും ഇപ്പോൾ ഇത് ആയിട്ടുണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ ഇവിടെ കാണായിരുന്നു അച്ഛമ്മ, എന്തൊക്കെ പറയുന്നറിയോ, അവളായതുകൊണ്ട് അമ്മയുടെ പുന്നാര മരുമകളായതുകൊണ്ടാവും അമ്മ ഒന്നും പറയാത്ത പറയും. നീ എന്താ നന്ദിനി ഈ പറയണത്, ഇതിപ്പോൾ അത്ര വലിയ കാര്യമാണ്, അതിപ്പോൾ ആരായാലും ഇതിപ്പോൾ സംഭവിക്കുക, അതിനിപ്പോൾ എന്താ നമ്മൾ ചെയ്യുക, അതാ എണ്ണ ഇങ്ങോട്ട് തുടച്ചാൽ തിരിയെടുത്ത് കളയുക, അത്രയല്ലേ ഉള്ളൂ, വേറെ വിളക്ക് തിരി എണ്ണയിട്ട് അത്രയല്ലേ ഉള്ളൂ, അത് ഞാനും ചെയ്യുള്ളൂ. ശ്രീജയ നീ പോയിട്ടൊരു തുണി എടുത്തിട്ട് പറയും. അപ്പോൾ വേണ്ട ശ്രീജേച്ചി ഞാൻ തുടയ്ക്കാം, അല്ല തുടയ്ക്കൽ വേണമെങ്കിൽ ഞാനും ചെയ്യാം, നന്ദിനി പറയാണ്, തുടയ്ക്കൽ വേണമെങ്കിൽ ഞാനും ചെയ്യാം, പക്ഷേ ഇതിനൊരു സംഭവം ഉണ്ട്, ഇതിലൊരു കാര്യമുണ്ട്, അതിവള് പറയട്ടെ, ഇന്നിവിടെ എന്താ ഈ സംഭവിച്ചതിനൊരു കാരണം ഉണ്ടാവില്ല, അതിവള് പറയട്ടെ. എന്നിട്ട് ഇങ്ങനെ മറ്റേ എന്താണ് നമ്മളെ വേദന ഇട്ട് ഇതാക്കാണ് നന്ദിനി. അപ്പോൾ പറയും എന്താപ്പോൾ വേറെ ഇതിനിപ്പോൾ എന്താപ്പോൾ ഒരു സൊല്യൂഷൻ എന്താ ഉള്ളത്, കാരണം എന്താപ്പോൾ ഉള്ളത്. അപ്പോൾ പറയും ഇതിനിപ്പോൾ പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല എന്നറിയും മറ്റേ കമലമ്മ, ഇതിനിപ്പോൾ എന്താ കാരണം, അതൊന്നല്ല ഒരു കാരണമുണ്ട്, ഇങ്ങനെ ഒന്ന് സംഭവിക്കണമെങ്കിൽ ഈ വീടിൻ്റെ ഇന്ന് ഈ വീട്ടിലുണ്ടായ ഒരു കാരണം തന്നെയാണ് അത് എന്നൊക്കെ അങ്ങനെ പറയാം. അപ്പോൾ ശരിയാണ് അമ്മേ എന്നറിയും വേദ. എന്നറിയും നന്ദിനി, ശരിയാണ് അമ്മ, ഈ തിരി വീണ് പിന്നെ ഒരു പക്ഷേ ഇത് തീ പിടിക്കാം, ഒന്നായിട്ട് നമ്മളെ വീട് തീ പിടിക്കാം, ശരിയെന്ന് പറഞ്ഞിങ്ങനെ നന്ദിനി ഇങ്ങനെ ഹരത്തിൽ നിൽക്കും കേട്ടോ. അപ്പോൾ അങ്ങനെയും സംഭവിക്കാം അമ്മേ. പിന്നെ ഈ എണ്ണ വീണ് പടർന്ന് കിടക്കല്ലേ, ആ എണ്ണയിൽ ചവിട്ടി നന്ദിനിയെടുത്ത് വീണ് നന്ദിനിയെടുത്തൊരു കൈ പോയി അടിക്കും, തല പോയി തറയിലടിച്ചു കഴിഞ്ഞ് നന്ദിനിയെടുത്തേക്ക് ബോധം പോയി ഒരു പക്ഷേ ഒരു ഭാഗം കുഴഞ്ഞ് അനങ്ങാൻ വയ്യാണ്ട് കിടക്കാവുന്ന ഒരു അവസ്ഥയൊക്കെ വരില്ലേ എന്ന് പറയുമ്പോൾ മനസ്സിലായി നന്ദിനിക്ക് ഉള്ളത് കൊടുത്തതാണ്, തിരിച്ചടി കൊടുത്തതാണെന്ന് മനസ്സിലാവും. അപ്പോൾ ശ്രീജയ്ക്കും അവനമ്മയും ചിരിക്കുകയാണ്. അപ്പം അങ്ങനെയും സംഭവിക്കാം, അതല്ലാണ്ട് അപ്പോൾ വേറെ ഒരു പ്രത്യേകിച്ച് ഒരു കാരണം ഞാൻ കാണുന്നില്ല എന്ന് നമ്മളെ വേദ അങ്ങനെ സ്ലോയിലാണ് പറഞ്ഞു തന്നെ. പിന്നെ അവസാനം പെട്ടെന്ന് സ്പീഡിൽ അങ്ങോട്ട് പറയണം. അപ്പോൾ നന്ദിനി നിറഞ്ഞ് നിൽക്കുക, അല്ലാണ്ട് ഇതിൽ പ്രത്യേകിച്ച് ഒരു കാരണമില്ല നന്ദിനി എടുത്തി എന്നറിയും. ഈ എണ്ണയൊന്ന് തുടയ്ക്കുക, വേറെ തിരിയുടെ അത്രേ ഉള്ളൂ. വേണമെങ്കിൽ ഇങ്ങനെ തെറ്റിയതിന് നമുക്കൊരു മാപ്പ് പോലെ ഒരു ശ്ലോകം ഉണ്ട്, അത് ഒരു മന്ത്രമാണ്, അത് ചൊല്ലും ചെയ്യാന്ന് പറയും. നമ്മുടെ വേദ ആ മന്ത്രം ചൊല്ലുന്നുമുണ്ട് കേട്ടോ. അപ്പോൾ അവരിങ്ങനെ അത്ഭുതത്തോട് കൂടിയിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. കാരണം ഇതെല്ലാം പഠിച്ചിട്ടാണ് വേദ വന്നിരിക്കേണ്ടതെന്ന് ഇവള് നന്ദിനി പറയുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ പിന്നെ ചൊല്ലുന്നുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞാൽ ഇനിയിപ്പോൾ അതും ചൊല്ലാൻ അറിയില്ലെങ്കിൽ മാപ്പ് പറഞ്ഞാൽ മതി, ഇന്നിങ്ങനെ സംഭവിച്ചില്ലേ മാപ്പ് തരണം എന്ന് പറഞ്ഞാൽ അങ്ങനെയും പറയാം എന്നൊക്കെ അങ്ങനെ പറയും. പിന്നെ ഒന്നും ഉണ്ടില്ല, അല്ലാണ്ട് ഇപ്പോൾ വേറെ എന്താ അതിലുള്ളതെന്ന് പറഞ്ഞ് പിന്നെ എണ്ണയൊക്കെ തുടയ്ക്കണം. ശ്രീജടുത്തി ഒരു തുണി എടുത്തുകൊണ്ട് തരുമോ, ഇതൊക്കെ ഒന്ന് തുടയ്ക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ വേദം അത് തുടയ്ക്കാൻ നിൽക്കണേ.
അപ്പോൾ അങ്ങനെ അത് കഴിയും. പിന്നെ നമ്മളെ ശ്രീകാര്യം ശ്രീനിവാസനും ഗ്രൂപ്പും ഒക്കെ പാടെ ഇരുന്ന് സംസാരിക്കുകയാണ്. അപ്പോൾ അവരുടെ ഭാര്യയുണ്ട്, അവർ ഇങ്ങനെ ജ്യൂസൊക്കെ കൊടുന്ന് എല്ലാവർക്കും കൊടുക്കുമ്പോഴേക്കാണ് നമ്മളെ വിക്രം അങ്ങോട്ട് ചെല്ലുന്നത്. വിക്രം അങ്ങോട്ട് ചെല്ലുന്ന സമയത്ത് വിക്രമിനെ കാണുമ്പോൾ പുള്ളി അറിയാം ഈ ജ്യൂസ് കുടിക്കിരിക്കും വിക്രം എന്നൊക്കെ പറയും. അപ്പോൾ പറയും വേണ്ട സർ ഞാൻ ഇവിടെ നിന്നോളാം. അതല്ലടോ ജില്ലയിലെ ഇതിൻ്റെ അയാളുടെ പാർട്ടിയുടെ യൂത്ത് വിങ്ങിലുള്ള ആളല്ലേ നീ, അതുകൊണ്ട് നീ ഒരിക്കലും ഇരിക്കാതിരിക്കരുത് ഇരിക്കുക എന്നൊക്കെ പറയുന്നിട്ട് ഈ ജ്യൂസൊക്കെ കൊടുക്കുക. അപ്പോൾ അടുത്ത ആഴ്ച അതിൻ്റെ മീറ്റിങ്ങും കാര്യങ്ങളൊക്കെയാണ്, നീയാണ് ഇതൊക്കെ നടത്തേണ്ടത്, അങ്ങനെ പാർട്ടി സംബന്ധമായിട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഏൽപ്പിക്കുകയാണ്. അപ്പോൾ വിക്രം ആകപ്പാടെ അന്തം വിട്ട് നിൽക്കുകയാണ്. അപ്പോൾ വിക്രം അയ്യോ ഞാൻ ശരിയാവില്ല എന്നൊക്കെ പറയാം. അതൊന്നും പറ്റില്ല, ഇനി ഒരു തടസ്സവും പറയാൻ പറ്റില്ല എന്നിങ്ങനെ പറയൂ കേട്ടോ. അപ്പോൾ ഇയാളുടെ ഭാര്യ പറയും ഞാനന്ന് നിന്നെ നാരായണസ്വാമിയുടെ അടുത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയപ്പോൾ അയാൾ പറഞ്ഞില്ലേ നിനക്ക് നല്ല സമയം തുടങ്ങുകയാണ് എന്നുള്ളത് അയാൾ പറഞ്ഞില്ലേ എന്നറിയാം, നിങ്ങൾ സംസാരിക്കുന്ന ടൈം അങ്ങോട്ട് പോലും ചെയ്യും കേട്ടോ. അപ്പോൾ അങ്ങനെ പാർട്ടി കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞ് ഏൽപ്പിക്കുകയാണ് ഇയാൾ ശ്രീകാര്യം ശ്രീനിവാസൻ സാറ്. അപ്പോൾ വിക്രം ഇങ്ങനെ ഭവ്യതയോടു കൂടി ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അപ്പോൾ പറയും ഇനി നീ വേണം നമ്മളെ പാർട്ടിയുടെ കാര്യങ്ങളൊക്കെ മുന്നോട്ട് കൊണ്ടുപോകാൻ, അതിനാണ് നിന്നെ ഏൽപ്പിച്ചിരിക്കുന്നതെന്നൊക്കെ ഇങ്ങനെ പറയും. അപ്പോൾ ആ ചർച്ച അങ്ങനെ നടക്കുന്ന സമയത്ത് ശ്രീകാന്തിൻ്റെ അമ്മാവനും കൂടെ ഇങ്ങനെ കാറിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. കാറിലിരിക്കുന്ന സമയത്ത് അവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിപ്പോൾ എങ്ങനെയുണ്ട് ഇപ്പോൾ ശങ്കരേട്ടൻ എങ്ങനെയുണ്ട് ചോദിക്കുകയാണ് അയാൾ. അപ്പോൾ പറയും അച്ഛന് കുഴപ്പമൊന്നുമില്ല, ഒരു ചെറിയൊരു അറ്റാക്കിൻ്റെ തന്നെയായിരുന്നു, നമ്മൾ സമയത്ത് ഹോസ്പിറ്റലിൽ എത്തിയോണ്ട് കുഴപ്പമൊന്നുമില്ല, റെസ്റ്റ് എടുക്കാൻ പറഞ്ഞിരിക്കുക, അച്ഛൻ ലീവ് എടുത്തിരിക്കുകയാണ് വീട്ടിലെന്ന് പറയും. അപ്പോൾ അത് ശരി. അപ്പോൾ പറയും അച്ഛന് നമ്മളാണ് വിക്രമിനെ ഇങ്ങനെ ഒരു ഇത് ചെയ്തതെന്നുള്ളത് അച്ഛന് നല്ല സംശയമുണ്ട്. അയ്യോ എൻ്റെ പേരും അറിഞ്ഞോ, ഞാനാണ് ഇതിൻ്റെ പിന്നിലെന്ന് അറിഞ്ഞോ എന്ന് വയ്ക്കും. അപ്പോൾ ഇങ്ങനെ പറയടാ എന്ന് പറയുമ്പോൾ ഇല്ല ഞാനെന്തായാലും ഒറ്റ കൊടുക്കില്ല എന്നറിയില്ലേ അച്ഛനെ എന്ന് പറയും. അപ്പോൾ സമാധാനം അല്ല നീ അങ്ങനെ ചെയ്യില്ലെന്ന് എനിക്ക് അറിയാം എന്ന് പറയും. അപ്പോൾ പറയും അതിരിക്കട്ടെ ആരാണ് ഇനി അടുത്ത ഇതിൽ എന്തായാലും അവൻ വീഴും, അത് പക്ഷേ അത് അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴേക്കും ഒരു കോള് വരികയാണ്. കോള് വരുമ്പോൾ ആരാ അത് വയ്ക്കുമ്പോൾ പറയും നമ്മളുടെ എല്ലാ കാര്യങ്ങളും അറിയാൻ ഞാൻ എതിർപ്പാളയത്തും ഒരാളെ വെച്ചിട്ടുണ്ട് എന്ന് പറയും. അപ്പോൾ നമ്മളൊക്കെ വിചാരിക്കും വിനായകനാണെന്ന്, പക്ഷെ വിനായകനല്ല, മറ്റേ ഇവരുടെ കൂടെ ഉണ്ടല്ലോ എന്താ പൊടിയെന്നോ എന്താ മാണിക്കെന്നോ എന്താ പറഞ്ഞിട്ട് ഒരുത്തണ്ടല്ലോ ഇയാളുടെ അടുക്കളയിലൊക്കെ ചായയും പലഹാരമൊക്കെ ഉണ്ടാക്കുന്ന ഒരു പാർട്ടി ചങ്ങാതി. നമ്മൾ വിചാരിക്കും അയാൾ ഇവർക്ക് സപ്പോർട്ടാണ്, പക്ഷെ അല്ല, അത് ശ്രീകാന്തിൻ്റെ ആളാണ്, ശ്രീകാന്ത് ആക്കുന്നതാണ്, ശ്രീകാന്ത് അയാളെ വിലക്കിയെടുത്തിരിക്കുക. അപ്പോൾ അയാളിങ്ങനെ പറയുകയാണ് ഇങ്ങനെ പാർട്ടി അയാളെ കാര്യങ്ങൾ ഏൽപ്പിക്കുക, നിങ്ങൾക്ക് ഇനി അയാളെ തൊടാൻ പോലും പറ്റില്ല, നിങ്ങൾ എളുപ്പം എന്തെങ്കിലും ചെയ്തിട്ടില്ലെങ്കിൽ എന്നൊക്കെ അങ്ങനെ പറഞ്ഞു കൊടുക്കുകയാണ് ഇനി വിക്രമിനെ ഏൽപ്പിച്ചിരിക്കുന്ന കാര്യങ്ങളൊക്കെ. അതിൽ പറയും ഇനിയിപ്പോൾ എന്താ ചെയ്യുക എന്ന് നോക്കി. അപ്പോൾ ശരി പറഞ്ഞിട്ട് ഫോൺ വെച്ചിട്ട് ഒരു അമ്മയച്ചനും മരുമകനും കൂടെ സംസാരിക്കുക, ഇനിയിപ്പോൾ എന്ത് ചെയ്യുമെന്ന് പറയുമ്പോൾ പറയും ഒന്നുമില്ല, നമ്മളിപ്പോൾ ചെയ്യാൻ ഏറ്റ കാര്യം വളരെ എളുപ്പം ചെയ്യുക, അതേ ഉള്ളൂ ഇപ്പോൾ ഒരു കാര്യം എന്നറിയും. അത് കുറച്ച് വൈകി എന്നുള്ളത് കുറച്ച് നേരത്തെ ചെയ്യുക, അത്രേ ഉള്ളൂ എന്നറിയും. പിന്നെന്താ, അപ്പോൾ ഈ വിക്രമിനെ ട്രാപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ആൾക്കാരെ ഇയാൾ നിയോഗിച്ച് അതിനിറക്കിയിരിക്കുകയാണ് ഈ പെണ്ണിനെ. അപ്പോൾ അതൊക്കെ പിന്നെ നമുക്ക് വഴിയെ മനസ്സിലാവും കേട്ടോ. അപ്പോൾ അങ്ങനെ കുറച്ചൊരു 5-6 ആൾക്കാരിങ്ങനെ കൂടി നിന്ന് ഈ ബലൂണിൽ മദ്യം നിറച്ചിട്ട് നിൽക്കുകയാണ്. അപ്പോൾ വിക്രം വരുമ്പോൾ വിക്രമിനെ എറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആദ്യം ബൈക്കും കൊണ്ട് വളവ് തിരിഞ്ഞ് വരുന്ന വഴിക്ക് ഈ പടക്കമുണ്ട്, പന്നിപ്പടക്കം എന്ന് പറയുന്നത്, പന്നിപ്പടക്കം ആദ്യം 2 എണ്ണം മുന്നിലും പിന്നിലായിട്ട് എറിയുക ബൈക്കിൻ്റെ. അത് കഴിഞ്ഞിട്ട് അതിലൊരു ഷോക്കാവുന്ന സമയത്ത് ഈ മദ്യം നിറച്ച ബലൂണുകൾ അവൻ്റെ മേത്തെറിഞ്ഞ് കഴിയുമ്പോൾ എല്ലാവരും ഓടുക, ഒരാൾ മാത്രം മുന്നിൽ ഓടുക. അപ്പോൾ ബാക്കി നമ്മൾ പറഞ്ഞ പോലെ എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ഈ പറഞ്ഞ പോലെ തന്നെ വിക്രം വരുന്നു ബൈക്കുമായിട്ട്. ഇവന്മാർ പറഞ്ഞ പോലെ 2 പടക്കം മുന്നിലും പിന്നിലും വലിച്ചെറിയണു, അത് പൊട്ടണു. പിന്നെ ഇവർ മദ്യം എറിയാണ്, ദേഹത്ത് മുഴുവൻ മദ്യം ബലൂണുകൾ എറിയുകയാണ്. അങ്ങനെ ബാക്കിയുള്ളവരൊക്കെ ഓടും, പക്ഷെ ഒരാൾ മാത്രം എൻ്റെ മുന്നിലോടും. അവനെ പിടിക്കാൻ വേണ്ടി വിക്രം ബൈക്ക് നിർത്തി ഹെൽമെറ്റോടെ ഉരിച്ച് ഓടി അവൻ കയറി ചെല്ലുന്നത് ആ പെണ്ണിൻ്റെ വീട്ടിലെ രശ്മി എന്ന് പറഞ്ഞ ആ പെണ്ണിൻ്റെ വീട്ടിലാണ്. അയാൾ അകത്തേക്ക് ഓടുന്ന അതേ സമയത്ത് വിക്രം ഒന്ന് സംശയിച്ചിട്ട് അവനും ഓടുന്ന ആ സെക്കൻഡിൽ തന്നെ പുറത്തുനിന്ന് ലൈറ്റ് ഓഫ് ആക്കണു. പിന്നെ റൂമിൽ ഇയാളാണെന്ന് പറഞ്ഞിട്ട് പോയി പിടിക്കുന്നത് ഈ പെണ്ണിനെ. ഈ പെണ്ണ് ഒച്ചയും ബഹളം ഉണ്ടാക്കി ഓടി പുറത്തിറങ്ങി വാതിൽ പുറത്തേക്ക് കൊട്ടിയിട്ടിട്ട് പുറത്തിറങ്ങി വന്നിട്ട് അയ്യോ കള്ളം കയറി എന്ന് പറയും. ആ സെക്കൻഡിൽ തന്നെ അവരുടെ വീട്ടിൽ ലൈറ്റും
കള്ളം കയറി പറഞ്ഞ് ബഹളം ഉണ്ടാക്കണം. ആ നേരത്താണ് നമ്മുടെ രാധ ഓട്ടോറിക്ഷയും കൊണ്ട് വരുന്നത്. അപ്പോൾ രാധയ്ക്ക് എന്താ പ്രശ്നം നോക്കിയപ്പോൾ പറയും, എൻ്റെ വീട്ടിൽ കള്ളം കയറി ഞാൻ മുറിയിൽ പൂട്ടിയിട്ടിരിക്കുകയാണ് എന്ന് പറയും. അപ്പോൾ അയ്യോ കള്ളൻ എന്ന് പറഞ്ഞപ്പോൾ ആരും വരില്ല. അത് നന്ദിനി കേൾക്കും. നന്ദിനി കേട്ടിട്ട് നന്ദിനി അവിടെ കിടന്ന് ബഹളം വയ്ക്കുന്നുണ്ട് കേട്ടോ. അതൊക്കെയാണ് ഇന്നത്തെ കഥ.